നമസ്കാരം. നമ്മുടെ ഫെനി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉറ്റ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവും. അപ്പോൾ ഈ ഫെനി നൈനാന് കുറച്ച് തെളിവുകൾ പുറത്തു വിട്ടിടും. ഏത് തെളിവുകൾ? നമ്മൾ അതിജീവിത, ഇപ്പം മൂന്നാമത് വന്ന അതിജീവിത പലവട്ടം ഫെനി നൈനാനെ വിളിച്ചിടാനോ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പലവട്ടം വിളിച്ച് സംസാരിച്ച് പിന്നെ അപ്പോൾ പറഞ്ഞാലോ പാർട്ടി ഓഫീസ് പാലക്കാട് ഓഫീസിൽ പോയാൽ മതി, അപ്പോൾ അവിടെ പോയാൽ കാണാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് സ്വകാര്യത വേണം. അതിജീവിത പറയുകയാണേലോ ഫെനി നൈനാനോട് എനിക്ക് സ്വകാര്യത വേണം, അതുകൊണ്ട് വേണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ യാത്ര ചെയ്യാം, അല്ലാതെ മനുഷ്യരും പാർട്ടിക്കാരുള്ളടുത്ത് കണ്ടിട്ട് കാര്യമല്ല. അങ്ങനെ പലവട്ടം ഫെനി നൈനാൻ ഒഴിവാക്കാൻ നോക്കിയിട്ടൊന്നും ഒഴിവായില്ല. പിന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം എന്തോ ഒരു ആവശ്യത്തിന് 5000 ഉറുപ്പിക വേണം തന്നപ്പം അതിജീവിത ഫെനി നൈനാന് 5000 ഉറുപ്പിക അയച്ചു കൊടുത്ത് ചെയ്താലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊക്കെയാണ് ഇപ്പം ഫെനി നൈനാൻ. പിന്നെ ഫെനി നൈനാൻ പറയുന്നുണ്ട്, എന്ത് നേരത്തെ അതിജീവിതയുടെ പരാതിയിൽ ഇന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണ്, ഇന്നെ ചോദ്യം ചെയ്യും വിട്ടയച്ച് എന്താ ഞാൻ അറസ്റ്റ് ചെയ്യാത്തത്. ഫെനി നൈനാൻ ചോദിക്കുകയാണ് എന്താ എന്നെ അറസ്റ്റ് ചെയ്യാത്തത്. അപ്പം ഇതിൽ കുറച്ച് സത്യാവസ്ഥകളുണ്ട്. ആ സത്യാവസ്ഥകൾ എന്താണെന്നുള്ളത് കണ്ടെത്തണം. അത് കണ്ടെത്തണ്ടേ? എന്താണ് ഇതിലൂടെ കളികൾ എന്നുള്ളതൊക്കെ കണ്ടെത്തണം. അപ്പം നീതിയുക്തമായ അന്വേഷണം നടക്കണം. അത് SITൻ്റെ നേതൃത്വത്തിൽ നടക്കില്ല. കാരണം ഇവരുടെ ഉദ്ദേശം അതിജീവിതനെ രക്ഷിക്കലോ, പെണ്ണുങ്ങളൊപ്പം നിൽക്കലോ, സ്ത്രീപക്ഷത്ത് നിൽക്കലോ, സ്ത്രീകളെ സംരക്ഷിക്കലോ എന്നല്ല ഇവരാവശ്യം മൂന്നാം തുടർ ഭരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൂട്ടുമാണ്. ഇതാണ് ഇവരാവശ്യം. അപ്പോൾ നമുക്കെന്താ അറിയോ, ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്ന വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതി നൽകിയ യുവതിയെ അറിയാമെന്ന് രാഹുലിന്റെ സുഹൃത്തും KSU നേതാവുമായ ഫെനി നൈനാൻ ഇന്നലെയാണ് ഫേസ്ബുക്കിലൂടെ കുറിപ്പിട്ട് രംഗത്തെത്തിയത്. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിട്ട് കാണുന്നതിന് അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി 2 മാസം മുമ്പ് നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. 2025 ഒക്ടോബറിൽ ചാറ്റ് ചെയ്തതിന്റെ തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം തന്നോട് അവസരം ചോദിച്ചുവെന്ന് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ ഫെനി നൈനാൻ പറയുന്നു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി, നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണം എന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാം എന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൌകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലൊരു ഡ്രൈവ് പോകണം എന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതിയെന്നും തന്നോടവർ പറഞ്ഞു. ഫെനി നൈനാൻ പറയുന്നു. വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് ഫെനി ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം പങ്കുവച്ചത്. ആ കേസിലെ അതിജീവിത തനിക്ക് പണം നൽകിയിട്ടുണ്ടെന്നും 5000 രൂപയാണ് നൽകിയതെന്നും ഫെനി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. പണം തന്നപ്പോൾ തന്നെ അവരുടെ പേരുൾപ്പെടുത്തി 50 കൂപ്പണുകളുടെ എണ്ണം കാണിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കിയിരുന്നുവെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചു. ആ സ്ത്രീയെ രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്ന വിവരം അതിശയമായി തോന്നി. കാരണം ഈ അതിജീവിത 2025 നവംബർ വരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ടെന്നും ഫെനി കുറിച്ചു. രാഹുലിനെതിരായ 2ാമത്തെ ബലാത്സംഗ കേസിനെ കുറിച്ചും കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും അതിനാലാണ് ചോദ്യം ചെയ്തിട്ടും തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഫെനി കുറിച്ചിരുന്നു. ഫെനി നൈനാന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. രാഹുൽ MLAയുടെ വിഷയത്തിൽ എന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു. ഒരു കാര്യത്തിന്റെ 2 വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്ക് ഉള്ളത്. അത് ശരിയാണോ എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിനു ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്നെയും എന്റെ കുടുംബത്തെയും വരെ അവർ ആക്രമിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതുന്നു. എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുൻപ് രാഹുൽ MLAയെ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി, നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണം എന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാം എന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൌകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണം എന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതിയെന്നും എന്നോട് പറഞ്ഞു. 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ളാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നതുകൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ്?
എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നു. ഇങ്ങനെയാണ് ആ കുറിപ്പ് നിർത്തുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫെനിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് ഒരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെ അവരെപ്പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. എന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു. എനിക്കങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവരെടുത്ത 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതാണ്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയകരമായി തോന്നി. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിന്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇതിലെ സത്യമറിയാവുന്ന ഞാൻ അത് മുഖ്യധാര മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് കൂട്ടരെ? മാധ്യമത്തിൽ കൊടുത്തപ്പോൾ കൊടുക്കാൻ തയ്യാറല്ല. കാരണം മാധ്യമം ഒന്ന് മരംകൊള്ള, ഒന്ന് 24, ഒന്നാ മലയാളം ചാനൽ. ഇത് മുഴുവൻ മൂന്നാം തുടർ ഭരണത്തിന് പണിയെടുക്കുന്ന ചാനലുകളാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ രക്ഷിക്കാനല്ല. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാം തുടർഭരണം ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയിൽ നമ്മൾ കാണേണ്ട കാഴ്ച. അപ്പോൾ ഈ തെളിവുകളൊക്കെ കൊടുത്തിട്ട് ആ തെളിവുകളൊന്നും പുറത്തുവിടാൻ ഈ മരംകൊള്ള ചാനലടക്കം, ഈ വേശ്യ ചാനലുകളടക്കം തയ്യാറായില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം വക്കീലിനെ ഏൽപ്പിക്കുക. വക്കീൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. വക്കീലിൻ്റെ പോയിന്റുകളൊക്കെ വളരെ കറക്റ്റാണ്. കോടതിയിലെത്തി എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വക്കീലിലെടുത്ത് കൊടുക്കുക, എന്നിട്ട് കോടതിയിൽ സമർപ്പിക്കുക. അതിലൂടെ വേണം ഇനി 16-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജാമ്യം കിട്ടിയിരിക്കാറും. ഇവിടെ ചില ആളുകൾ കമൻ്റ് ഇടും. കമ്മികൾ ഇങ്ങനെ കമൻ്റ് ഇടും. ഈ കാക്കാൻ്റെ പെരി കൊണ്ടുപോയി നിർത്തിക്കൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒക്കെ കമൻറ്റ്, ഈ കാക്കാക്ക് പെൺകുട്ടികളൊന്നും ഇല്ലേ? അല്ല, ഈ കമൻറ്റ് ചോദിക്കണം ഓരോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളൊരു കാര്യം, ഈ മുകേഷിനെ, ഗണേശിനെ, ശശിനെ, PK ശശിനെ, കടകംപള്ളി സുരേന്ദ്രനെ, ശ്രീരാമകൃഷ്ണനെ, തോമസ് ഐസക്കിനൊക്കെ നിങ്ങൾ വരി കൊണ്ടേ നിർത്തുമോ? പെൺകുട്ടികളുള്ള വരി കൊണ്ടേ നിർത്തുമോ? കമ്മിയാളെ നിങ്ങളെ വരി ഒന്നും കൊണ്ടേ നിർത്തുമോ? വിലക്കൊന്ന് നിർത്തുമോ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോകളൊക്കെ പരിശോധിച്ചോളി. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ്. അതുപോലെ എല്ലാ നേതാക്കന്മാരും, CPM-ൻ്റെ MLA-മാരും മന്ത്രിമാരൊക്കെ വീടുകളിലും ഓഫീസിലും CCTV ക്യാമറ വെച്ചാൽ എത്ര എണ്ണം കിട്ടാണ്ടാവും? ഈ ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് ബന്ധം, ഉഭയകക്ഷി ബന്ധം എത്ര ഉണ്ടാവും? പണം കൊടുത്തു, സ്വാധീനം കൊടുത്തുകൊണ്ട് വെളിച്ചത്ത് വരാക്കുകയാണ്. നിങ്ങൾക്കുള്ള പണി എന്താണ്? വെളിച്ചത്തേക്ക് എങ്ങനെയെങ്കിൽ ഏതെങ്കിലും കൊണ്ടുവന്ന് നോക്കി സമ്പർക്കം നടത്തി പണം കൊടുത്ത്. ഇപ്പം സരിതയ്ക്ക് 10 കോടി കൊടുത്തു സരിത വന്നാണ്ട് പറഞ്ഞ്, ഞാൻ നിങ്ങളും നല്ല എന്ന് പറഞ്ഞ് സരിത എന്ന് പറഞ്ഞ് മഞ്ഞാടിയിൽ കൊടുക്കാൻ 10 കോടി രൂപ CPM വാഗ്ദാനം ചെയ്തത്. ഇപ്പോൾ ഒരു വാർഡ് മെമ്പർക്ക് 50 ലക്ഷം കൊടുത്തില്ല നിങ്ങൾ, ഒരു ഭരണം അട്ടിമറിക്കാൻ ഒരു വാർഡ് മെമ്പർക്ക്. അപ്പം നിങ്ങളെ പരിപാടി അതാണ്. അപ്പം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ക്ലീനാന്നല്ല. രാഹുൽ നിങ്ങളൊക്കെ ചെയ്യണം, അത് രാഹുൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് 13 വയസ്സും 12 വയസ്സും 14 വയസ്സും എന്നുള്ള പോസ്കോ കേസ് പെടുത്താൻ പറ്റിയ കുട്ടിയൊന്നുമല്ല. കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ ഒപ്പം കൊല്ലങ്ങളോളം താമസിച്ച് കുട്ടികളും പ്രാരാപ്തും വിദേശത്തൊക്കെ ജോലി ചെയ്ത് നല്ല അറിവും പരിചയമൊക്കെയുള്ള പെണ്ണുങ്ങളല്ലേ, ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ, പെണ്ണുങ്ങളല്ലേ. ഇവർക്ക് അറിയില്ലേ ഇങ്ങനെയൊക്കെ പോയാൽ സംഭവിക്കും. ഇവിടെ എത്രയേ പെണ്ണുങ്ങളുടെ കോടിക്കണക്കായ പെണ്ണുങ്ങളുടെ ആരെയും പോയി പെണ്ണുണ്ടോ? എത്ര രാഹുൽ മാങ്കൂട്ടം തന്നെയുള്ള ഇവിടെ ആണ്, വേറെ ആരുമില്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ അറിയോ? സഖാക്കൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ അറസ്റ്റ് ചെയ്തോളി, കേസെടുത്തോളി. പക്ഷേ അതിലൊരു മാന്യത വേണം. അതായത് PP ദിവ്യനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തിരഞ്ഞെടുത്തപ്പം PP ദിവ്യ ഒളിവിൽ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെ പാർട്ടി സഖാത്തി ഒളിവിലാണ്, നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പം അപ്പോഴാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലേ? അതുവരെ നിങ്ങൾ അവസരം കൊടുത്തില്ലേ? നടൻ സിദ്ദീഖിനെതിരെ സിനിമാ നടികൾ പരാതിയിട്ട് വന്ന് നടൻ സിദ്ദീഖ് 10-20 ദിവസം ഒളിവിലേനി. ഈ നടൻ സിദ്ദീഖിനെതിരെ നിങ്ങൾ വല വീശി. നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടായിട്ട് നിങ്ങൾ കാണായിട്ടോ? അല്ല. ആ മുൻകൂർ ജാമ്യം കിട്ടോളം നിങ്ങൾ കാത്തുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെത്തി 10 മിനിറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. നടൻ മുകേഷിനെ മുൻകൂർ ജാമ്യം കിട്ടോളം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കിട്ടിയോ? കിട്ടിയില്ല. മുൻകൂർ ജാമ്യം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചെത്തി. അവൻ പോലീസിൻ്റെ അകമ്പടിയിലാണ് മുകേഷ് വരുന്നത് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് അകമ്പടിയിൽ വന്ന് 10 മിനിറ്റ് ചോദ്യം ചെയ്ത് നിങ്ങൾ വിട്ടയച്ചു. നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെ മുൻകൂർ ജാമ്യം കിട്ടോളം നിങ്ങൾ കാത്തുന്നു. അങ്ങനെ എത്ര നേതാക്കന്മാർ, എത്ര ആളുകൾ ഇങ്ങോട്ട് മുൻകൂർ ജാമ്യം കിട്ടോളം നിങ്ങൾ കാത്തുന്നില്ല. ആ ഒരു പരിഗണന രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടോളം കൊടുക്കണ്ട. ഈ കേസിൻ്റെ വിവരം അറിയിക്കുക.
ഞങ്ങൾക്ക് ഇങ്ങനെ കേസുണ്ട്, പരാതി ഉണ്ട്, കേസ് എടുക്കാൻ പോവാണ്, അതുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഇത് രാത്രി 12:30 മണിക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ലോഡ്ജിലൊക്കെ പോയി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് രാവിലെ ഞായറാഴ്ച തന്നെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമൈൻഡ് ചെയ്യുക. ഇത് നിങ്ങളെ പ്ലാനാണ്. DYFIക്കാർക്ക് പൊതിച്ചോറ് കൊണ്ടു കൊടുക്കണം രാഹുലിന്. ഒന്നത്. രണ്ടാമത്തെ തുടർഭരണത്തിൽ വരുന്ന നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യണത്. ഇതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യണത്. എല്ലാവർക്കും കൊടുക്കുന്ന പരിഗണന രാഹുലിന് കൊടുത്താൽ മതി. പിന്നെ കുറ്റവാളിയാണെങ്കിൽ നിങ്ങൾ ശിക്ഷിച്ചോളി. എത്രയോ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത്, എത്രയോ കുറ്റപ്പെടുന്ന ആരെയും ചോദിക്കാൻ പറ്റുന്നുണ്ടോ? എത്രയോ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് ആരെങ്കിലും ഇവിടെ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിയിൽ ഈ കേസ് ബാധിച്ച് ബലാത്സംഗം നടന്നു തെളിയണം. ഈ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം നടന്നു അറിയണം. അപ്പോഴേ രാഹുൽ പ്രതിയാവണുള്ളൂ. മറ്റൊക്കെ ഉഭയകക്ഷി വന്നാ അതിന് തെറ്റില്ലാന്ന് സുപ്രീം കോടതി വിധിയില്ലതാ. അതിക്ക് കോടതിക്ക് പോയിട്ടൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ബേജാറും നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന തിടുക്കൊക്കെ മറ്റുള്ള കേസിലൊന്നും ഇല്ലല്ലോ. എത്ര സഖാക്കളെ പേരിൽ അന്നലും മിഞ്ഞാന്നൊക്കെ പരാതി ഒന്ന് ഏറെ സഖാക്കൾ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? PT കുഞ്ഞുമുഹമ്മദ് നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? PT കുഞ്ഞുമുഹമ്മദ് ഇപ്പോഴും ആ പെണ്ണ് പരാതി നിന്നിട്ട് അങ്ങാടി കൂടെ വലിച്ചെടുക്കല്ലേ? അപ്പം ഇവിടെ ചോദ്യം ചെയ്യുന്നത് അതാണ്. എന്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ എന്തുകൊണ്ടൊരു പരിഗണന കൊടുക്കുന്നില്ല? അത് രാഹുൽ മാങ്കൂട്ടങ്ങളെ കണ്ണിലെ കരട. കാരണം കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നാളെ 100 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന അവസ്ഥയ്ക്ക് കോൺഗ്രസിന് എത്തിക്കാൻ കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനാണ് നിങ്ങൾ നടക്കുന്നത്. ആ പൂട്ടലാണ് ഇവിടെ നടന്നത്. അല്ലാതെ അതിജീവിതനെ രക്ഷിക്കലോ പെണ്ണുപക്ഷത്ത് നിൽക്കലോ പെണ്ണുങ്ങളെ സഹായിക്കലോ ഒന്നല്ലെങ്കിൽ പണി. കാരണം ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് സഖാക്കളെ കൊണ്ടാണ്. സോഷ്യൽ മീഡിയ പരിശോധിച്ചോളി, നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചോളി, സഖാക്കളെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങൾ പരിശോധിച്ചോളി, സഖാക്കളെ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഡയലോഗ് അടിച്ച് നടക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ആവശ്യം എന്താ? രാഹുലിന് ഒതുക്കണം, ഷാഫിന് ഒതുക്കണം, അബിൻ വർക്കിന് ഒതുക്കണം, PK ഫിറോസിന് ഒതുക്കണം, KN ഷാജിന് ഒതുക്കണം, മാത്യു കുയൽനാടിന് ഒതുക്കണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. കാരണം ഇവരൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഓരോ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിട്ട് നടക്കുന്നത് നടക്കൂല മക്കളെ. ഒരു പ്ലാനും നടക്കൂല. ഒരു മൂന്നാം ഭരണം ഉണ്ടാവില്ല. ആടി പതറും. എല്ലാ കേസും അന്വേഷിക്കും. എല്ലാ കേസും പൊളിച്ചത് കൊണ്ടുവരും. സകലനത്തിന് ജയിലിലിടും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട.